എം പ്രകാശൻ മാസ്റ്റർ, കുറേ കാര്യങ്ങൾ എൻ ശ്രീകുമാറിന് സംശയങ്ങളായി നിൽക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഇപ്പോൾ KT ജലീൽ എന്നോട് ഇവിടെ ചില ചോദ്യങ്ങൾ ചോദിച്ചതിൽ നിന്നൊക്കെ മാറി ഇതാ കണ്ടില്ലേ PV അൻവറിനെ കാണാനെത്തുന്ന നിലമ്പൂർ ആയിഷയിലേക്കും അവിടെ ആരാണ് PV അൻവറിന് പിന്തുണ കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംശയങ്ങൾ നിൽക്കുന്നത്. അവിടെ എന്തെങ്കിലും ഒക്കെ കൂട്ടിച്ചേർക്കാനുണ്ടോ? കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ സംബന്ധിച്ച വാർത്തയ്ക്ക് 24 മണിക്കൂർ മാത്രം ആയുസ്സുണ്ടായ കാര്യമാണ് ഞാൻ നേരത്തെ പരാമർശിച്ചത്. PR ഏജൻസിയുടെ കാര്യം പറയുമ്പോൾ അരനൂറ്റാണ്ടിലേറെ കാലമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി അറിയുന്നവരല്ലേ മലയാളി. അദ്ദേഹത്തിന് കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാൻ പ്രത്യേകമായൊരു PR ഏജൻസിയുടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആരാണ് വിശ്വസിക്കുക? അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു PR ഏജൻസിയെ ഞാൻ ഏർപ്പെടുത്തിയിട്ടില്ല. അത് വിശ്വസിക്കുകയല്ലേ വേണ്ടത്. പിന്നെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്കും ഒക്കെ തന്നെ PR ഏജൻസി മാത്രമല്ല PR ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ലേ? നിരവധി ആളുകൾ ശമ്പളക്കാരായി പ്രവർത്തിക്കുന്ന PR ഡിപ്പാർട്ട്മെന്റ് മുഖ്യമന്ത്രിക്കുണ്ട്, അതുപോലെ മന്ത്രിമാർക്കുണ്ട്, പ്രധാനമന്ത്രിക്കുണ്ട്. അതുപോലെയാണ് രാഷ്ട്രീയ പാർട്ടി. ഒരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ കനകോലുവിനെ പോലെ രാഷ്ട്രീയമൊന്നുമില്ലാത്ത ഒരു PR ഏജൻസിയെ പങ്കെടുപ്പിച്ചു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് PR ഏജൻസി എന്ന് പറയുന്ന പോലെയാണോ അത്തരമൊരു കാര്യം? ഇവിടെ ഈ പ്രശ്നത്തിൽ സംഭവിച്ച കാര്യം എന്താ? ഇവിടെ PV അൻവർ ആരംഭിച്ചത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് പരാജയമാണ്, അതുപോലെ തന്നെ കേരളത്തിലെ അടിമയുടെ നിലയിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി കത്തിജ്വലിച്ച സൂര്യനായിരുന്നു, പക്ഷെ അതിപ്പോൾ കെട്ടുപോയിരിക്കുന്നു. കേരളത്തിലെ പോലീസ് ആകത്തിനെ ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. RSSുമായിട്ട് CPM ബന്ധം സ്ഥാപിക്കുകയാണ്. MV ഗോവിന്ദൻ എന്ന് പറയുന്ന CPMന്റെ സെക്രട്ടറി അടിമയാണ്, അദ്ദേഹത്തിന് ചങ്ങലയുണ്ട്. ഈ കേരളത്തിൽ അവസാനത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. വരുന്ന തെരഞ്ഞെടുപ്പ് 20ഓ 25ഓ സീറ്റല്ലാതെ LDFന് കിട്ടില്ല. ഇത്തരം ജൽപ്പനങ്ങളെല്ലാം നടത്തിയിട്ടാണല്ലോ അൻവർ ആരംഭിച്ചത്. ഇപ്പോഴും അൻവറും അൻവറെ പിന്തുണക്കുന്ന ഈ മാധ്യമങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? അവരിപ്പോൾ നിൽക്കുന്നത് മലപ്പുറത്തെ മുസ്ലിങ്ങളെ ആക്ഷേപിച്ചോ മുഖ്യമന്ത്രി, അതുപോലെ മലപ്പുറത്തെ ആക്ഷേപിച്ചോ മുഖ്യമന്ത്രി. ഇവിടെ 8 കൊല്ലക്കാലം LDFന്റെ MLA ആയി നിന്ന അൻവറിന് ഒരു തവണ പോലും താൻ മുസ്ലിമാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ തോന്നിയിട്ടില്ല. പക്ഷെ അദ്ദേഹം ഇവിടെ പരസ്യമായിട്ട് പറഞ്ഞു ഞാൻ 5 തവണ നിസ്കരിക്കുന്ന ഇസ്ലാമാണ്. നല്ല കാര്യം. പക്ഷേ ഇപ്പോൾ അതിന് പറയേണ്ടി വരുന്നു എന്നുള്ള കാര്യം ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രീയം, നിങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തിന് അത് BJPക്കാരും കോൺഗ്രസ്സുകാരും നിരന്തരമായിട്ട് നടത്തുന്ന കള്ളപ്രചാര വിലയാണ്. ഞാൻ നേരത്തെ പേരെടുത്ത് പറഞ്ഞ മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ നിലക്ക് പ്രചരിപ്പിക്കുന്ന കാര്യമാണ്. ആ രാഷ്ട്രീയം നിൽക്കാൻ പോകുന്നില്ല. ഇനി നിൽക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗേ ഉള്ളൂ, ന്യൂനപക്ഷങ്ങളുടെ മതത്തെ പിടിക്കണം, അവൻ്റെ മതവിശ്വാസത്തെ പിടിക്കണം. അതിനുവേണ്ടിയാണല്ലോ 5 നേരം നിസ്കരിക്കുന്ന മുസൽമാൻ എന്നെ എന്തിനാ ആക്ഷേപിക്കുന്നതെന്നാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ബാപ്പ ഉമ്മ അതുപോലെ മറ്റാളുകൾ അതിനെ സംബന്ധിച്ചാലും അത് ഇപ്പോൾ പറയേണ്ടത് അത് രാഷ്ട്രീയമായിട്ട് എന്താ ബന്ധമുള്ളത്? ഇപ്പോൾ പറയുന്നു മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിക്കാൻ പ്രസ്താവന ഇറക്കി. ഇവിടെ അത്തരമൊരു പ്രസ്താവന വന്നപ്പോൾ കൃത്യമായ നിലക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഹിന്ദുവിന് കത്തയച്ചു. മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഹിന്ദു അത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഖേദം രേഖപ്പെടുത്തി. അവിടെയെങ്കിലും അടങ്ങണ്ടേ? അവിടെയെങ്കിലും ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയാൻ മാന്യത കാണിക്കണ്ടേ? ഈ പറയുന്ന പത്രങ്ങൾ ഒരു മഞ്ഞ പത്രത്തിൽ നിലയിലേക്ക് മാറാൻ വേണ്ടി പാടുണ്ടോ മാധ്യമങ്ങൾ? ഹിന്ദു ഈ വാർത്ത വന്ന് തെറ്റാണ്, അതിൽ ഖേദിക്കുന്നു, ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ സമയത്തെങ്കിലും മാതൃഭൂമിയും മനോരമയും ഏഷ്യാനെറ്റും സൂര്യയും അതുപോലെ ഇന്ത്യ വിഷൻ റിപ്പോർട്ടറൊക്കെ പറയണ്ടേ ഞങ്ങൾ ആ തെറ്റ് ആവർത്തിച്ച് പോയതാണ്? അത് പറയാൻ വേണ്ടിയിട്ട് മാന്യത കാണിക്കണ്ടേ? അപ്പോൾ രാഷ്ട്രീയ പ്രസംഗം നിൽക്കാൻ കഴിയില്ല. രാഷ്ട്രീയ പ്രസംഗങ്ങൾ അതായത് പറഞ്ഞത് ജാജ്വല്യമാനമായിട്ടുള്ള ശോഭയിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിയെ ഈ പഴം മുറങ്ങുകൊണ്ട് മറച്ചു കളയാം എന്ന് വിചാരിച്ചാൽ ഇതേ സംഭവിക്കുള്ളൂ. അതാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കും സംഭവിച്ചിരിക്കുന്നത്. അത് അംഗീകരിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഞാൻ പേരെടുത്ത് പറഞ്ഞ മാധ്യമങ്ങളുടെ വിശ്വാസ്യത അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് മാത്രമുള്ളതല്ല, കേരളത്തിലെ വായനക്കാർക്ക് ആകെയുള്ളതാണ്. അവരുടെ വിശ്വാസ്യത തകരുകയാണ് എന്നെങ്കിലും അവർ ആലോചിക്കണം. മാതൃഭൂമിയും മനോരമയും അതുപോലെ റിപ്പോർട്ടറും അതുപോലെ ഈ പറയുന്ന ഇന്ത്യ വിഷനും അതുപോലെ നമ്മുടെ 24 ഒക്കെ പറയുന്ന കാര്യങ്ങൾ സത്യമല്ലയോ സത്യമാണോ എന്ന് സംശയിക്കത്തക്ക നിലക്ക് കേരളത്തിലെ മലയാളി, അത് എല്ലാ പാർട്ടിയിലും പെട്ടവരുണ്ട്, അവരെത്തിച്ചേരുന്ന രൂപത്തിൽ മാധ്യമങ്ങളുടെ വിശ്വാസ്യത തന്നെ നിങ്ങൾ നടത്തുന്ന തെറ്റായ രാഷ്ട്രീയ കള്ളപ്രചാര വില കൊണ്ട് ഉണ്ടാകുന്നു എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി തിരുത്തണമെന്ന് നിങ്ങൾ പറയുന്നത്. മാധ്യമങ്ങൾ സത്യമായ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാനുള്ളതാണ്, അത് വെച്ചുകൊണ്ട് ജനങ്ങളെ ചിന്തയിലേക്ക് നയിക്കാനുള്ളതാണ്. പ്രതിപക്ഷം എന്ന് പറയുന്നത് തെറ്റുകൾ, ഭരണപക്ഷത്തെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാനാണ്, തിരുത്താൻ ആവശ്യപ്പെടാനാണ്, തിരുത്താതിരിക്കും പ്രക്ഷോഭം നടത്താനാണ്. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ വളരെ വ്യക്തമായിട്ട് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറഞ്ഞ പോലെ
വ്യക്തമായ നിലക്ക് തീരുമാനമെടുത്ത് ആ തീരുമാനം നടപ്പിലാക്കാൻ ആയുധങ്ങൾ കണ്ടെത്തുക. ഇവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പറയുന്ന ഏതു വാചകത്തിന് മേലെയും വിവാദമുണ്ടാക്കുക, എന്നിട്ട് അതിനെ സഹായിക്കാൻ വേണ്ടി കുറേ വാർത്തകൾ ചമക്കുക, അർദ്ധസത്യങ്ങൾ അസത്യങ്ങൾ ഇവയെല്ലാം പ്രചരിപ്പിക്കുക. ഇതെല്ലാം മാധ്യമ പ്രവർത്തനമാണോ എന്നുള്ളത് അവരാലോചിക്കണം. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഒരു മാധ്യമത്തിൻ്റെ 6-7 കൊല്ലക്കാലത്തെ മാനേജറായിരുന്നു ഞാൻ അവിടെ മാധ്യമരംഗത്ത് പ്രസ് അക്കാഡമിയിലെ ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എൻ്റെ കോഴ്സ് പൂർത്തിയാക്കിയ ഒരാളാണ്. ഞാൻ പഠിച്ച മാധ്യമ പ്രവർത്തനം എന്തായാലും ഇതല്ല, ഇത് മാധ്യമ പ്രവർത്തനമല്ല. ഇവിടെ പറഞ്ഞ പോലെ മാധ്യമ ഗുണ്ടായിസമാണ്. വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ പക്ഷം ചേർന്ന് പച്ചക്കള്ളവും അതുപോലെ തന്നെ അർദ്ധസത്യങ്ങളും പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനമാണ്. ഇതിൽ നിന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ പിന്മാറണം എന്നുള്ളതാണ് ഈ മാധ്യമങ്ങളുടെ എന്തായാലും മറ്റന്നാൾ മുതൽ നിയമസഭ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ഒരു 10 ദിവസം മുൻപ് തന്നെ അൻവറിൻ്റെ കാര്യങ്ങൾക്കൊരു തുടക്കമിട്ടപ്പോൾ തന്നെ അൻവർ പോലും പറഞ്ഞു തുടങ്ങിയത് ഇനി നിയമസഭാ സമ്മേളന കാലം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളും ഒക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ മാധ്യമങ്ങളൊരു ഷെഡ്യൂൾ ഇട്ടൊക്കെ മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. അടുത്ത ആഴ്ചയിൽ ഇങ്ങനെയാണ് നിയമസഭാ സമ്മേളന കാലം മുഴുവൻ പോരാട്ടത്തിൻ്റെ സമയമായിരിക്കും. ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലൊക്കെ വലിയ സമരങ്ങൾ, അവിടെ ഒരുങ്ങിക്കെട്ടി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതാ വേറെ നിലയിലേക്കായി. അത് മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇടക്കാലത്ത് വന്നു നിന്നത്. ഇപ്പോൾ അവിടെ നിന്നും പോയി മുന്നോട്ട്. ഇതിപ്പോൾ മാധ്യമങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല. കാര്യങ്ങൾ ഇനി എങ്ങനെ പോകും എന്നൊരു പ്രതീക്ഷയാണ് പ്രകാശ് മാഷുള്ളത്. രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും ചീറ്റിപ്പോയല്ലോ, അല്ല കാറ്റുപോയ ബലൂൺ പോലെ ആയല്ലോ. ഇനിയിപ്പോൾ ന്യൂനപക്ഷ മതവിഭാഗത്തിൻ്റെ മതവികാരത്തെ വ്രണപ്പെടുത്തി മലപ്പുറത്ത് ഞാൻ ചോദിക്കട്ടെ, മലപ്പുറം ജില്ല അനുവദിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് അല്ലേ, EMSൻ്റെ ഗവൺമെൻറ് അല്ലേ? മലപ്പുറത്തെ ആകെ അപമാനിക്കുന്നു. മലപ്പുറം എന്താ ലീഗിൻ്റെതാ? ഞങ്ങൾക്കില്ലേ മലപ്പുറത്തെ ആളുകൾ? മലപ്പുറം എല്ലാം ലീഗിന് കിട്ടിയിരിക്കുന്ന എന്തോ ഒരു ഒസ്യത്ത പോലെ മലപ്പുറത്തെ പറഞ്ഞിരിക്കുന്നു. മലപ്പുറത്തെ പറയുക എന്ന് പറഞ്ഞാൽ മുസ്ലിമിന് പറയുക എന്നാണ് അർത്ഥം. ഇതെല്ലാം എത്ര ബാലിശമാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കാൻ പറ്റുന്ന വാദങ്ങളാണോ ഇവിടെ ഉന്നയിക്കുന്നത്? ലജ്ജിക്കണ്ടേ? ഈ സാംസ്കാരിക കേരളം ലജ്ജിക്കില്ലേ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ? മലപ്പുറം ജില്ലയെ അപമാനിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു. അങ്ങനെ കേരളത്തിൽ മുഖ്യമന്ത്രി അറിയുന്ന ആർക്കാണ് അങ്ങനെ പറയാൻ വേണ്ടി കഴിയുക? ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ അതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളിൽ ഇന്ത്യയിൽ മുന്നിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി അത് പിണറായി വിജയനാണ് എന്നുള്ളത് ആർക്കും അറിയാതിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം മുസ്ലിങ്ങളെ അപമാനിക്കുന്നു, മലപ്പുറം ജില്ലയെ. പിന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് കണക്കുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ എന്താണ് സ്വർണ്ണക്കടത്തിനെ സംബന്ധിച്ച് ഇവിടെ ഈ കോഴിക്കോട് വിമാനത്താവളത്തെ കുറിച്ച് പറയാനുള്ള കാര്യം എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? 2022, 23, 24 വർഷം പരിശോധിക്കുമ്പോൾ ഇവിടെ 122.5 കോടിയുടെ ഹവാലപ്പണം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ 87.22 കോടി ഉറുപ്പിക മലപ്പുറത്ത് നിന്നാണ്. ഒരു വസ്തുതയല്ലേ? അത് പറയുന്നത് എങ്ങനെയാ മലപ്പുറത്തെ അവമാനിക്കുക? കരിപ്പൂർ വിമാനത്താവളം വഴി വലിയ തോതിൽ സ്വർണവും ഹവാലപ്പണവും വരുന്നു. കരിപ്പൂരിൽ ഓരോ കൊല്ലവും 22 വന്നിരിക്കുന്നതിൻ്റെ കണക്ക്, 23 വന്നതിൻ്റെ കണക്ക്, 24 വന്നതിൻ്റെ കണക്ക്. കഴിഞ്ഞ 3 കൊല്ലക്കാലം മാത്രം 156 കേസുകളിലായി 123.99 കിലോഗ്രാം 68 കോടി 81 ലക്ഷത്തിൻ്റെ സ്വർണം കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ കള്ളക്കടത്തായി വന്നു എന്ന് പറഞ്ഞാൽ അത് പറയണ്ടേ? അത് പറയുന്ന ഒരു തെറ്റാണ്. അതെങ്ങനെയാ മലപ്പുറത്തിനെതിരാവുക? മലപ്പുറക്കാരെല്ലാം കള്ളക്കടത്തുകാരാണോ? മലപ്പുറക്കാരെല്ലാം ഹവാലപ്പണം വാങ്ങുന്നവരാണോ? അപ്പോൾ ഉള്ള സത്യത്തെ പറയുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും വ്യാഖ്യാനിച്ച് ഇത് മലപ്പുറത്തിനെതിരാണ്, മുസ്ലിങ്ങൾക്കെതിരാണ്, ലീഗിനെതിരാണ് എന്നെല്ലാം വ്യാഖ്യാനിച്ച് എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെ വികാരമുണ്ടാക്കാൻ വേണ്ടി കഴിയുമോ എന്നല്ലേ ഇവിടെ പരിശോധിക്കുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവർ ഇത്രയും കാലം പറഞ്ഞെന്താ? ഇപ്പോൾ അൻവർ പറഞ്ഞല്ലോ പോലീസ് ഒരു കാരണവശാലും സ്വർണം പിടിക്കേണ്ട കാര്യമില്ല. എന്താ ഇന്നിപ്പോൾ ആ കാര്യം സംബന്ധിച്ച് DGP പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിലവിലുള്ള അതിലെ വകുപ്പ് എന്താണ് എന്നുള്ളത് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. പുതിയ നിയമമാണല്ലോ ഭാരതീയ ന്യായ സംഹിത BNS-ന്റെ സെക്ഷൻ 111(2)(3)(7) ഇതനുസരിച്ച് പോലീസിന് സ്വർണം പിടിക്കാം. പോലീസിന് സ്വർണം പിടിച്ചാൽ കസ്റ്റംസ് പിടിച്ചതിനേക്കാൾ വലിയ കേസാണ്. 1 കോടി ഉറുപ്പിക വരെയുള്ള സ്വർണം കസ്റ്റംസ് പിടിച്ചാൽ അതൊരു ഗൗരവമായ കേസല്ല. എന്നാൽ പോലീസ് പിടിച്ചാൽ അത് കേസാണെന്ന് മാത്രമല്ല അത് നോൺ ബെയിലബിൾ ആണ്, അത് ജാമ്യം പോലും കിട്ടില്ല. അപ്പോൾ ഏറ്റവും ശക്തമായ നിലക്ക് പോലീസ് കേസെടുക്കുന്നു ഹവാലപ്പണത്തിനെതിരായിട്ട്, അതുപോലെ നീ പറയുന്ന കള്ളക്കടത്ത് സ്വർണ്ണക്കടത്തിനെതിരായിട്ട്. അത് വരുമ്പോൾ ചിലർക്ക് പൊള്ളുന്നത് എന്തുകൊണ്ട് എന്ന് അവരാ പറയേണ്ടത്. ജനങ്ങൾക്ക് ഇതിനകത്തൊന്നും യാതൊരു ബേജാറുമില്ല. സ്വർണം പിടിക്കുമ്പോൾ ചിലർക്ക് പൊള്ളുന്നു എന്തുകൊണ്ട് എന്നുള്ളത് അവർ പറയണം. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് പൊള്ളുന്നത്, എന്തുകൊണ്ടാണ് BJPക്ക് പൊള്ളുന്നത്, പ്രതിപക്ഷ നേതാവിന് എന്തുകൊണ്ട് പൊള്ളുന്നു അവർ പറയണം. അതുപോലെ അൻവർക്ക് എന്തുകൊണ്ടാണ് പ്രത്യേകമായി കൊള്ളുന്നത് അദ്ദേഹം പറയണം. ഇവിടെ അന്യായമായ ഒരു കാര്യം നടന്നിട്ടില്ലല്ലോ. ഹവാല പണം പിടിച്ചിരിക്കുന്നു, അതുപോലെ സ്വർണം പിടിച്ചിരിക്കുന്നു, കേസെടുത്തിരിക്കുന്നു. അത് വളരെ അന്യായമായ ഒരു കാര്യമാണ് എന്ന് അൻവർ പറയുന്നു.
അത് അൻവറിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? 2 സ്വർണ്ണക്കടത്തുകാരിയാണ് ഇവിടെ തെളിവായിട്ട് അദ്ദേഹം ഹാജരാക്കിയത് പത്രക്കാരുടെ മുമ്പിൽ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ നല്ലതുപോലെ അവരെല്ലാമായിട്ട് കുറേ കാലമായി ബന്ധമുണ്ട് താൻ എന്നതിനെ പരോക്ഷമായിട്ട് സമ്മതിക്കലില്ലേ അൻവറിനെ സംബന്ധിച്ച് ആ കാര്യം? അതുകൊണ്ട് യഥാർത്ഥത്തിൽ അൻവർ ഇപ്പോൾ പ്രതിക്കൂട്ടിലാണ്. ജനങ്ങളോട് തന്നെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ചുമതലയാണ്. അദ്ദേഹം ചെയ്യുമോ എന്നുള്ളത് പത്രക്കാർ ചോദിക്കണം. അതല്ലേ ധാർമ്മികമായിട്ട് പത്രപ്രവർത്തനത്തിന്റെ ഭാഗമാണ് നടക്കേണ്ട കാര്യം. തീർച്ചയായിട്ടും.